ടു ബി ഓണസ്റ്റ്, വീഡിയോ എഡിറ്റിംഗ് ചെയ്തിട്ട് മെജോറിറ്റി ആൾക്കാരും സക്സസ് ആവാൻ പോകുന്നില്ല. ഐ എം സെയിങ് മെജോറിറ്റി. ആൻഡ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഡെയിലി കാണുന്ന യൂട്യൂബ് ട്യൂട്ടോറിയൽസിലെ ഫാൻസി സ്റ്റൈൽസാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നീയും അത് തന്നെ സെല് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ എന്ന്. യെസ്, ഐ ഡിഡ്. അത് വർക്കായിക്കൊണ്ടിരുന്ന സമയത്ത് ആൻഡ് ഐ ലിറ്ററലി സ്റ്റോപ്പ് സെല്ലിങ് ദാറ്റ് കോഴ്സ്. ആൻഡ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മാർക്കറ്റ് വല്ലാണ്ട് മാറിയിട്ടുണ്ട്. ആൻഡ് ഇതേ സ്റ്റൈൽസാണ് ഇപ്പോൾ എഡിറ്റേഴ്സ് സ്റ്റക്ക് ആവാനുള്ള മെയിൻ റീസണും. ആൻഡ് ഞാനതിൻ്റെ റീസൺ എന്താണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഈ വീഡിയോയിൽ. ഏകദേശം 4-5 വർഷം മുമ്പ് ഞാൻ ചെയ്ത ആദ്യ വീഡിയോയ്ക്ക് എനിക്ക് കിട്ടിയത് വെറും 500 രൂപയാണ്. ആൻഡ് എൻ്റെ ആദ്യത്തെ 500 രൂപ ഞാൻ ഏൺ ചെയ്തത് അന്നത്തെ ട്രെൻഡിങ് സ്റ്റൈൽ ചെയ്ത് കൊടുത്തിട്ട് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ മാർക്കറ്റ് ഒരുപാട് മാറി. അതേ ഞാൻ ഇപ്പോൾ ചാർജ് ചെയ്യുന്നത് $3,000 ആണ്. എൻ്റെ ഇതിലെ സർപ്രൈസിങ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സ്പെസിഫിക് സ്റ്റൈലും ഫോളോ ചെയ്യലില്ല. സോ ഈ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹൈടെക് ക്ലയൻറ്റ്സ്, അതായത് $3,000 ഒക്കെ തരുന്ന ക്ലയൻറ്റ്സ് നിങ്ങളുടെ നിന്ന് ആക്ച്വലി എന്താണ് പ്രതീക്ഷിക്കുന്നത്. ആൻഡ് സ്പോയിലർ അലേർട്ട്, നിങ്ങളുടെ ഈ ഫ്ലാഷി സ്റ്റൈൽസ് അല്ല, ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. സോ ഇത് നിങ്ങൾ ഇമാജിൻ ചെയ്യാം, നിങ്ങൾക്ക് ക്ലയൻറ്റ് റെഫറൻസ് വീഡിയോ അയച്ചിട്ട് പറയുകയാണ് എനിക്ക് ഇതേ സ്റ്റൈലാണ് വേണ്ടതെന്ന് പറഞ്ഞു. ആൻഡ് ക്ലയൻറ്റിൻ്റെ പ്രൊഫൈൽ കിട്ടിയ സമയത്ത് നിങ്ങൾ ചെയ്തതും അതേ കാര്യം തന്നെ. അതായത് ഫോണ്ട് കറക്റ്റായിട്ട് ചൂസ് ചെയ്തു, അതേ ആനിമേഷൻ ചൂസ് ചെയ്തു, അതേ കളേഴ്സ് ചൂസ് ചെയ്തു, അതേ ട്രാൻസിഷൻസ് അടക്കം പക്കമായിട്ട് കോപ്പി അടിച്ചു. എന്നിട്ട് ക്ലയൻറ്റിൻ്റെ അടുത്ത് ഡെലിവറി ചെയ്ത സമയത്ത് ക്ലയൻറ്റ് വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്. ആൻഡ് ഈ ടൈപ്പ് ഓഫ് എഡിറ്റേഴ്സിന് നമുക്ക് ബട്ടൺ പുഷേഴ്സ് എന്ന് വിളിക്കാം. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻസിന് വീഡിയോ ഇഷ്ടപ്പെടാത്തപ്പോൾ സ്വന്തം ചിന്തിക്കും ഞാൻ അതേ സ്റ്റൈൽ തന്നെയാണ് കൊടുത്തത്, എന്തുകൊണ്ടാണ് ക്ലയൻസിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് മേലേക്ക് നോക്കിയിരിക്കും. അവിടെയാണ് ഈ ബട്ടൺ പുഷേഴ്സിന് തെറ്റുന്നത്. ക്ലയൻറ്റ്സ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് അതേ ആനിമേഷൻസും അതേ ട്രാൻസിഷൻസും അതേ ഫോണ്ടിൻ്റെ കോമ്പിനേഷൻസ് എല്ലാം അതേ വഴി എടുത്ത് ഈ വീഡിയോയിൽ ഇടാൻ വേണ്ടിയിട്ടല്ല. അത് ലിറ്ററലി ഒരു ഡയറക്ഷൻ മാത്രമാണ്. നിങ്ങളെന്താ ചെയ്തത്? ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും ആ വീഡിയോയ്ക്ക് ഇല്ലാതെ, സ്റ്റോറി ടെല്ലിങ്ങിനൊന്നും ഒരു വാല്യൂ പോലും കൊടുക്കാതെ അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് കിട്ടിയ ഫീലിംഗ് ആയിരിക്കില്ല നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന ഫീലിംഗ്. നിങ്ങളുടെ ക്ലയൻറ്റിന് വേണ്ടത് എന്തായിരുന്നു? വ്യൂവേഴ്സിൻ്റെ അറ്റൻഷൻ പിടിച്ചു പറ്റുന്ന ഒരു വീഡിയോ. പക്ഷെ നിങ്ങൾ ഡെലിവർ ചെയ്തതോ ലിറ്ററലി എ കോപ്പി ക്യാറ്റ്. ഇത് രണ്ടും തമ്മിൽ മാച്ച് ആവില്ല. ബിക്കോസ് നിങ്ങൾ മറക്കുന്നത് ഫണ്ടമെൻറ്റൽസ് ആണ്. നിങ്ങൾ ഈ സ്ക്രീനിലേക്ക് നോക്കുക, രണ്ട് സൈഡിൽ രണ്ട് തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എഡിറ്റ്സ് ആണ്. ആൻഡ് ഇതിൽ ഏത് എഡിറ്റിംഗ് ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് അത് വർക്കൗട്ട് ആവുക മാർക്കറ്റിൽ നിന്ന്? ജസ്റ്റ് ഒരു 5 സെക്കൻഡ് എടുത്തിട്ട് ഗസ് ചെയ്യാം. ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ ബി ആണോ എന്നുള്ളത്. ആൻഡ് മോസ്റ്റ് ബട്ടൺ പുഷേഴ്സ് വിൽ തിങ്ക് ഇറ്റ്സ് ബി. കാരണം അതിൽ കുറേ ഫാൻസി ട്രാൻസിഷൻസും എഡിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഇവൻച്വലി ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടാൻ പോകുന്നത് ഓപ്ഷൻ എ, മിനിമലിസ്റ്റിക് സൈഡ്. ആൻഡ് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള പേസിങ്ങും കറക്റ്റായിട്ടുള്ള ക്യാപ്ഷൻ, ആൾക്കാർക്ക് വായിക്കാൻ പറ്റുന്ന ക്യാപ്ഷൻ രീതികളൊക്കെയാണ് അതിൽ ഫോളോ ചെയ്തിരിക്കുന്നത് കമ്പയർഡ് ടു ബി. കാരണം എന്താ, ബിയിൽ ഫുൾ കൺഫ്യൂഷനാണ്. ഒരു വ്യൂവർ ആ വീഡിയോ എടുത്ത് നോക്കുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരിക്കും. ഇതിൽ എവിടെ നോക്കണം, ഞാൻ എങ്ങോട്ടാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും. നിങ്ങൾക്ക് റിയൽ വേൾഡിൽ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എടുത്ത് തരാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇമാൻ ഗാസിനെ എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഹോസ്റ്റൻ ഗോൾഡ്. ദേ വർ നോൺ ഫോർ ദെയർ എഡിറ്റിംഗ് സ്റ്റൈൽ ലിറ്ററലി. അല്ലാതെ അവരുടെ കോണ്ടന്റ് ആരും കണ്ടിട്ട് പോയവരൊന്നല്ല. ഇറ്റ്സ് വാട്ട് ഐ ബിലീവ്. ഓക്കെ, കാണുന്നവരുണ്ട്, ഐ എം നോട്ട് ആർഗ്യൂയിങ്. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർ ഒരുപാട് സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ അറിയപ്പെട്ടിരുന്നു. ഓക്കെ, ലിറ്ററലി അവർ അട്രാക്ട് ചെയ്തുകൊണ്ടിരുന്ന ഓഡിയൻസ് ആരായിരുന്നു? എഡിറ്റേഴ്സിനെ ആയിരുന്നു. അതേസമയത്ത് ഓസ്റ്റൻ ഗോൾഡും അതേ മിസ്റ്റേക്കാണ്. എല്ലാ എഡിറ്റിംഗ് കമ്മ്യൂണിറ്റിയിലേക്കും ഈ ഇവരുടെ വീഡിയോസ് എത്തി, പക്ഷേ അവർ സംസാരിക്കുന്ന കാര്യത്തിനെ പറ്റി ശ്രദ്ധിക്കുന്നത് വളരെ കുറവാണ്. സോ ആക്ച്വലി റിസൾട്ട് കിട്ടുന്ന എപ്പോഴാണ്? ഞാനിപ്പോൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ ക്ലയൻറ്റ് സംസാരിക്കുന്ന കാര്യം കറക്റ്റായിട്ട് വ്യൂവറിലേക്ക് എത്തുന്ന സമയത്താണ് ഒരു ക്ലയൻറ്റിന് റിസൾട്ട് ഉണ്ടാവുക. അല്ലാതെ വെറുതെ എഡിറ്റ് ചെയ്ത് ഒരു ഇൻറ്റൻഷനും ഇല്ലാതെ എഡിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്ലയൻറ്റിന് റിസൾട്ട് ഉണ്ടാവില്ല. ക്ലയൻറ്റ്സ് ഇവൻച്വലി നിങ്ങൾ ഇട്ടിട്ട് പോകും. സോ ഇതാണ് ഫണ്ടമെൻറ്റൽസ് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ള മെയിൻ പ്രശ്നം. ഞാനിവിടെ ഒരിക്കലും പറയാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റൈൽസ് ഒട്ടും വേണ്ട എന്നല്ല. ഒരിക്കലും നമ്മുടെ ക്ലയൻറ്റ്സ് സംസാരിക്കുന്നതും നമ്മുടെ വ്യൂവേഴ്സിലേക്ക് എത്തുന്നതും തമ്മിൽ ഇടയിൽ ഈ എഡിറ്റിംഗ് ഒരു ഡിസ്ട്രാക്ഷനായി മാറരുത്. സിമ്പിൾ, അത്ര പോയിൻ്റേ ഉള്ളൂ. അത് നിങ്ങളുടെ സ്റ്റൈൽസിലൂടെ നിങ്ങൾക്ക് വ്യൂവേഴ്സിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വിൻ. ഓക്കെ, പക്ഷെ മെജോറിറ്റി എഡിറ്റേഴ്സും അത് ചെയ്യുന്നില്ല. അതാണ് എൻ്റെ പോയിന്റ്. സോ എൻ്റെ മെസ്സേജ് ഇതാണ്: നിങ്ങളുടെ ഫണ്ടമെൻറ്റൽസ് സ്ട്രോങ് ആണെങ്കിൽ ഒരു വീഡിയോയ്ക്ക് ഏത് ലുക്ക് ആൻഡ് ഫീൽ വേണമെന്ന് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ദ സർഫസ് അഡാപ്റ്റ്സ് ടു ദ ക്ലയൻറ്റ്സ് ഓഡിയൻസ്. പക്ഷേ മിക്കവരും ഇത് നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ സോഫ്റ്റ്വെയർസിൽ ഫോക്കസ് ചെയ്യും, കളറും ട്രാൻസിഷനും എങ്ങനെ കൊടുക്കാമെന്നതിലേക്ക് ഫോക്കസ് ചെയ്യും, റാദർ ദാൻ വ്യൂവേഴ്സിൻ്റെ അറ്റൻഷൻ എങ്ങനെ പിടിച്ചു പറ്റാം എന്നുള്ളതിലേക്ക് ഒന്നും ഫോക്കസ് പോവുകയില്ല. ആൻഡ് ഈ ഒരു റീസൺ കൊണ്ടാണ് ക്ലയൻറ്റ്സിന് നിങ്ങളുടെ വീഡിയോസ് കിട്ടുന്ന സമയത്ത് ഒരുപാട് റിവിഷൻസ് വരുന്നത്. അപ്പം ഞാൻ ഈ
പറയുന്നുണ്ട് ഫണ്ടമെൻറ്റൽസ് ആണ് മെയിൻ, സ്റ്റൈൽസ് അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫണ്ടമെൻറ്റൽസ് എങ്ങനെ പഠിക്കാം? എല്ലാ ക്ലയൻസും ഓരോ ഡിഫറെൻറ്റ് ക്ലയൻസ് ആയിരിക്കില്ലേ, അപ്പോൾ എങ്ങനെയാണ് ഞാനിത് വർക്കൗട്ടാക്കി എടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മെയിനായിട്ട് ഡൗട്ട് ഉണ്ടാവും. സോ അതിന് ഫിക്സ് ചെയ്യാനായിട്ട് ഒരു ഈസി മെത്തേഡ് ഉണ്ട്. ഇത് എഡിറ്റേഴ്സ് എല്ലാവരും ഫോളോ ചെയ്യുന്നതാണ്. ലോകത്തെ ഏറ്റവും വലിയ ക്രിയേറ്റേഴ്സ് ആരും വീഡിയോകളെ കാണുന്നത് ഇൻഡിവിജ്വൽ വീഡിയോകളായിട്ടല്ല, ദേ തിങ്ക് ഇൻ ഫോർമാറ്റ്സ്. മിസ്റ്റർ ബീസിൻ്റെ ചാനൽ നമുക്ക് എടുത്തു നോക്കാം. അതിൽ ഓരോ വീഡിയോസും ഏതെങ്കിലും ഒരു ഫോർമാറ്റിൻ്റെ അണ്ടറിലായിരിക്കും. സർവൈവ് 30 days എന്നൊരു ഫോർമാറ്റിലാണെങ്കിൽ $1 വേഴ്സസ് $1 billion എന്നത് വേറൊരു ഫോർമാറ്റിലാണ്. ഈ രണ്ട് ഫോർമാറ്റിൽ എഡിറ്റിംഗ് സ്ട്രക്ചർ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ ഈ ജോബ് ആസ് എൻ എഡിറ്റർ വെറുതെ ഓരോ വീഡിയോസിനും ഡിഫറെൻറ്റ് സ്റ്റൈൽസ് കൊടുക്കുന്നതിന് പകരം ക്ലയൻറ്റ്സ് ചെയ്യുന്ന ഓരോ ഫോർമാറ്റിനും അതിൻ്റെതായ ലുക്ക് ആൻഡ് ഫീൽ കൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ആ ഒരു ഫോർമാറ്റിൽ ഏതുതരം പേസിംഗ് ആണ് വേണ്ടത്, ഏതുതരം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് വേണ്ടത്, ആനിമേഷൻ എങ്ങനെയായിരിക്കണം, ഇതെല്ലാം തുടക്കത്തിൽ തന്നെ ഫിക്സ് ചെയ്യണം. ആൻഡ് ഇത് ഒരു വട്ടം ലോക്കൊക്കെ കഴിഞ്ഞാൽ ജസ്റ്റ് റീയൂസ് ഇറ്റ്. അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ആദ്യം തൊട്ട്. മിക്ക എഡിറ്റേഴ്സിനുള്ള വേറൊരു പേടിയാണ്, ഞാൻ പഴയ വീഡിയോസിൽ ചെയ്ത അതേ പേസിങ് ആൻഡ് സ്റ്റഫ് ഈ പുതിയ വീഡിയോസിന് ചെയ്ത് കഴിഞ്ഞാൽ ക്ലയൻറ്റ്സ് എന്നെ ലേസി എന്ന് വിളിക്കുമെന്ന്. നോ, അത് വളരെ തെറ്റായിട്ടുള്ള ചിന്തയാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ജസ്റ്റ് തിങ്ക് അബൌട്ട് ആപ്പിൾ. അവരെല്ലാ വർഷവും ഓരോ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓർ മോഡൽസ് ഇറക്കാറില്ലല്ലോ. അവർക്ക് വർക്കൗട്ടായ മോഡൽസ് അവർ റിപ്പീറ്റഡ്ലി ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരലാണ്. അതായത് സെയിം ഫോമാറ്റ് പക്ഷേ ഇംപ്രൂവ്ഡ് വേർഷൻ ഈച്ച് ആൻഡ് എവറി സിംഗിൾ ഇയർ. ആൻഡ് നോബഡി കോൾസ് ആപ്പിൾ ലേസി. Some people does. And in fact, people trust familiarity. നിങ്ങളുടെ ക്ലയൻറ്റിന് ചാനലും അങ്ങനെ തന്നെ വർക്ക് ആവണം. ഒരു ഫോർമാറ്റ് ഫിക്സ് ആയാൽ ജസ്റ്റ് യൂസ് യുവർ ടെംപ്ലേറ്റ്, നിങ്ങൾ നേരത്തെ പഠിച്ചത്. എന്നിട്ട് എങ്ങനെ പുതിയ സ്റ്റൈൽ ഞാനിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതിന് പകരം കഴിഞ്ഞ വീഡിയോനെ കാട്ടിയും 5% എങ്ങനെ വ്യൂവേഴ്സിൻ്റെ അറ്റൻഷൻ ഇതിൽ പിടിച്ചു പറ്റാന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യാം. ചിലപ്പോൾ അതൊരു ബെറ്റർ മ്യൂസിക് സെലക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ലീനർ കട്ട്സ് ആയിരിക്കാം. ജസ്റ്റ് റീയൂസ് വാട്ട് വർക്ക്സ്, ഇംപ്രൂവ് വൺ അറ്റ് എ ടൈം ആൻഡ് കോമ്പൗണ്ട് ദി ഇംപ്രൂവ്മെൻറ്റ്സ്. ഇങ്ങനെ ജസ്റ്റ് 6 മാസം കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റി എക്സ്ട്രീംലി ബെറ്റർ ആയിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് വരുന്ന റിവിഷൻസിൻ്റെ എണ്ണവും കുറയും. എപ്പോഴാണോ നിങ്ങൾക്ക് ക്ലയൻസിൻ്റെ സൈഡിൽ നിന്ന് റിവിഷൻസ് കുറയുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് ട്രസ്റ്റ് ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് ട്രസ്റ്റ് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ചാർജ് ചോദിക്കാനും പറ്റും. ആൻഡ് ഈ പറഞ്ഞതൊന്നും വെറും ബട്ടൺ പുഷറായിട്ട് യൂട്യൂബിലെടുത്ത സ്റ്റൈൽ ഏതാണെന്ന് നോക്കിക്കൊണ്ടിരുന്നാൽ പറ്റൂല. Just stop obsessing over the styles and start focusing on the fundamentals. Bye.